നിങ്ങൾ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാരന്റ്സിനെ കൂടെ നമ്മൾ ഈ ഫാമിലി ഫ്ലോട്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാതെ അവരെ സെപ്പറേറ്റ് ഒരു പോളിസി എടുക്കുക എന്നുള്ളത്. പാരന്റ്സിന് സെപ്പറേറ്റ് ഒരു പോളിസിയും ബാക്കി എല്ലാ മെമ്പേഴ്സിനെയും ചേർത്ത് നമ്മളൊരു ഫാമിലി ഫ്ലോട്ടർ പോളിസി വേറെ എടുക്കുക എന്നുള്ളതാണ്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഏജ് ഫാക്ടർ തന്നെയാണ്. ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രീമിയം എമൗണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് റിസ്ക് ഫാക്ടറും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് ഈ റിസ്ക് ഫാക്ടറും അതുപോലെ തന്നെ നമ്മളുടെ പ്രീമിയവും കൂടുന്നത് കൊണ്ട് എപ്പോഴും അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഇതോടൊപ്പം തന്നെ നമുക്കൊരു നോൺ ക്ലെയിം ബോണസ് എന്ന ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസും അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറയുന്നു. ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത റിന്യൂവലിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ നോൺ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെയിം വരാനുള്ള ചാൻസസ് കുറയും എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ഫാമിലി ഫ്ലോട്ടറിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതുപോലെ തന്നെ പാരൻസിന് ഏജ് കൂടുതലുള്ള പാരൻസിന് നമ്മൾ സെപ്പറേറ്റ് ഒരു പോളിസിയുമായിട്ട് കരുതുന്നത്. ഒരു ഫാമിലി പോളിസി എടുക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എപ്പോഴും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്.